ഇത് തിങ്കളാഴ്ച രാവിലത്തെ വീഡിയോ ആണ്. ഞങ്ങൾ കഞ്ഞാട് വീട്ടിലായിരുന്നു കേട്ടോ. അതേ നാനൂറ്റിനെ സ്കൂളിൽ വിടാനുള്ള തയ്യാറെടുപ്പിലാണ്. യൂണിഫോമൊക്കെ അയൺ ചെയ്യാം കേട്ടോ. പൊതുവേ എനിക്ക് ഡ്രസ്സ് അയൺ ചെയ്യണ അവരോട് തീരെ ഇഷ്ടമല്ല കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ ചേട്ടായിക്ക് നാനൂറ്റിക്കൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. പണ്ട് വീട്ടിലായിരുന്നു പപ്പയാട്ടോ എനിക്ക് ചെയ്ത് തന്നെ. അത് എപ്പോഴും ഞാൻ ചെയ്യിക്കില്ല കേട്ടോ. ഞാൻ ഏതെങ്കിലും എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ചുണ്ടിരിക്കാമെന്ന് പറഞ്ഞ് പപ്പ തന്നെ മേടിച്ചുകൊണ്ട് പോയി ചെയ്ത് തന്നെ കേട്ടോ. ചേട്ടായി നേരെ ഓപ്പോസിറ്റാണ്. അയൺ ചെയ്യാതെ ഷർട്ടൊന്നും ഇടില്ല. അങ്ങനെ നീ താഴെ കൊണ്ടുവന്ന് നാനൂറ്റി അവിടെ കിടപ്പായിട്ടോ. അപ്പോൾ നാനൂറ്റിയുടെ വളയും മാലയൊക്കെ ഊരി വയ്ക്കും കേട്ടോ. സ്കൂളിൽ ഇതൊന്നും അലൗഡ് അല്ല. അങ്ങനെ കുളിപ്പിച്ചാൽ കൊണ്ടുവന്നിട്ട് കഴിക്കാൻ കൊടുത്തു കേട്ടോ. ഫുഡ് കഴിക്കാൻ തന്നെ ഏറ്റവും വലിയ ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നാനൂറ്റിയുടെ കാര്യത്തിൽ എന്ത് ചെയ്താൽ കഴിക്കില്ല കേട്ടോ. ഇങ്ങനെ സൈഡിൽ കൂട്ടി വെച്ചുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് മറന്നു പോകും കഴിക്കണ കാര്യം. മോനെ കഴിക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ ആൾ കഴിക്കുകയുള്ളൂ. അതിന് ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കും കേട്ടോ. ഒരു പരിചയം എനിക്ക് കലി ഇളകും. അങ്ങനെ പപ്പ പോയി റെഡി ആയിട്ടൊക്കെ വന്നു കേട്ടോ. എന്നിട്ട് ബാക്കി പപ്പ കൊടുത്തോളാം, എന്നോട് പോയി റെഡി ആയിക്കോളാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ റെഡിയാവാൻ പോയേ. മമ്മി അടുക്കളയിൽ തിരക്ക് പിടിച്ച പണിയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പോയി റെഡി ആയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ ആണ്ടിക്ക് ക്രീമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ കേട്ടോ. സാധാരണ പുത്തുംകുരിശിലാകുമ്പോൾ 7:50 ആകുമ്പോഴാട്ടോ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങുള്ളൂ. പിന്നെ അവിടെ നേരെ ഫ്രണ്ടിൽ പോയി നിന്നാൽ മതി. 8 മണിക്ക് ബസ് വരും ചെയ്യും. ഇവിടെ നിന്ന് നമുക്ക് അവിടെ വരെ കൊണ്ടേ ആക്കണമല്ലോ. അതുകൊണ്ട് വേഗം ഒക്കെ സെറ്റ് ആക്കും കേട്ടോ. പിന്നെ നേരത്തെ എണീപ്പിക്കുകയും ചെയ്യും. അവിടെ 6:45 എണീപ്പിക്കുള്ളൂ. ഇവിടെ ഞാൻ 6 കഴിയുമ്പോൾ തന്നെ വിളിച്ച് എണീപ്പിക്കുവേ. അങ്ങനെ അത് മുടിയൊക്കെ കെട്ടി ഏകദേശം സെറ്റായിട്ടോ. അപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ബാഗിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അതാ നോക്കിയിട്ട് ആൾ പറയണത്. പപ്പ കൊണ്ടുവന്ന് ആക്കുവാണെങ്കിൽ എത്ര വിഷയമില്ല കേട്ടോ. പപ്പയ്ക്ക് ജോലിക്ക് പോകുന്ന സമയമാണെങ്കിൽ പപ്പ വരാറില്ല. അപ്പോൾ ആൾ കരഞ്ഞുകൊണ്ടാണ് പോരാറ് കേട്ടോ. ഇന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇവിടെ വന്ന് ടാറ്റ കൊടുത്തപ്പോൾ ചെറുതായിട്ട് മുഖമൊക്കെ ഒന്ന് മാറി. പിന്നെ ഞാൻ ആട്ടിനെ കൊണ്ട് ക്ലാസ്സിലാക്കിയിട്ട് പോകുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.